അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷെയ്ഖുന ഉസ്താദ് നമ്മോട് പറയുന്നത് തസൗഫിലേക്ക് എത്തണമെങ്കിൽ മശായിഖന്മാർ വേണം എന്നതാണ്. ഷെയ്ഖുന സുൽത്താനുല്ലമയുടെ ആ പ്രസംഗം ഒന്ന് കേട്ടു നോക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഈ തസവ്വുഫ് ഉണ്ടാവാൻ എന്ത് വഴിയ? മശായിഖന്മാരെ പിടിക്കലല്ലാതെ വേറെ ഒരു വഴിയുമില്ല. സഹോദരങ്ങളെ, കേട്ടല്ലോ. അപ്പോൾ വ്യാജ തരീക്കത്തിലുള്ള ആളുകളൊക്കെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ ഭാഗം മാത്രം എടുത്ത് മുതലാക്കുന്ന വ്യാജ തരീക്കത്തുകാരുണ്ട്. ഉസ്താദ് പറയുന്ന ചില ഭാഗങ്ങൾ മാത്രമാണ് അതിൽ കാണിക്കുന്നത്. എന്താണ് ഉസ്താദ് പറഞ്ഞത്? ഷെയ്ഖ് വേണ്ട എന്ന് ആർക്കും ചർച്ചയില്ല. ഷെയ്ഖ് വേണം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ പലരും ഷെയ്ഖ് ചമഞ്ഞ് പട്ടമിട്ട് വരുമ്പോൾ ആരാണ് ശരിക്കും യഥാർത്ഥ ഷെയ്ഖ് എന്ന് അറിയാൻ അത് പണ്ഡിതന്മാർ വിശദീകരിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മഹാനായ ഗൗസുൽ മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നു, മല്ലാലഹു ഷെയ്ഖുൻ ഫഇബ്ലീസു ഷെയ്ഖു ഫത്തബിയു ശുയൂഖൽ ഉലമാ ബിൽ കിതാബി സുന്ന ഫൽ ആമിലീന ബിഹിമ ഹുവൽ ജഹ്ലു കുല്ലഹു മഫ്സദ. ആർക്കെങ്കിലും നിങ്ങൾ ഷെയ്ഖിനെ, ഒരു ഉസ്താദിനെ നിങ്ങൾ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉസ്താദായിട്ട് ഇബ്ലീസ് വരും. അതുകൊണ്ട് നല്ലൊരു ഉസ്താദിനെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. ആ ഉസ്താദ് ആരായിരിക്കണം? അതാണ് പറയുന്നത്, ഫത്തബിയു ശുയൂഖൽ ഉലമാ ബിൽ കിതാബി സുന്ന. ഖുർആനും ഹദീസും വേണ്ടതുപോലെ പറഞ്ഞു തരാൻ, അതിൻ്റെ വിശദീകരണങ്ങൾക്ക് തരാൻ കഴിവുള്ള പ്രാപ്തരായ പണ്ഡിതന്മാരെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. എന്നിട്ട് ഗൗസുൽ ആദം തങ്ങൾ വീണ്ടും പറയുന്നു, അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ആളുകളെ കിട്ടിയേക്കാം. ഒരുപാട് ആളുകൾ ഖുർആനും ഹദീസും ഒക്കെ അർത്ഥം വെച്ച് തരും. പക്ഷേ ഫൽ ആമിലിനെ ബിഹിമ, അവർ അതുകൊണ്ട് എല്ലാവരും പ്രവർത്തിച്ചോളണമെന്നില്ല. അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളെ മാത്രമാണ് നിങ്ങൾ ഷെയ്ഖായി, ഉസ്താദായി തിരഞ്ഞെടുക്കേണ്ടത്. അർത്ഥം വെച്ച് പ്രസംഗിച്ച് ഒരുപാട് ആളുകൾ, ഒരുപാട് സ്വാമിമാർ പോലും അർത്ഥങ്ങൾ പറയുന്ന കാലമാണ് ഈ കാലഘട്ടം. അതുകൊണ്ട് മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങൾ പിന്നീട് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞ് നേരത്തെ തന്നെ ഏതാണ് ത്വരീക്കത്ത്, ഏത് റൂട്ടാണ് പിടിക്കേണ്ടത്, ആരെയാണ് പിടിക്കേണ്ടത് എന്നൊക്കെ വിശദീകരിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഖുർആനിലും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ അള്ളാഹുവിനെ പിൻപറ്റുക, അള്ളാഹുവിൻ്റെ റസൂലിനെയും പിൻപറ്റുക. പിന്നെ ഇതുപോരാ, അള്ളാഹു ആരാണ്, അള്ളാഹുവിൻ്റെ റസൂൽ ആരാണ് എന്നറിയണമെങ്കിൽ നിങ്ങളെന്താക്കണം? പണ്ഡിതന്മാരെയും പിൻപറ്റണം. ഈ പണ്ഡിതന്മാരാരാണ്? ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ നമ്മുടെ മുമ്പിലുള്ള പണ്ഡിതന്മാർ സമസ്തയുടെ 2 സമസ്ത, AP സമസ്തയും EK സമസ്തയുമാണ്. ഈ 40 മുഷാവറ അംഗമുള്ള ആളുകൾ തീരുമാനിച്ച് നമ്മോടൊരു കാര്യം ഏൽപ്പിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ പകർക്കണം. അതിൻ്റെ തെളിവെന്താ? ഖുർആനാണ്. ഖുർആനിലാണ് പറഞ്ഞത്, നിങ്ങൾ പണ്ഡിതന്മാരെ നിങ്ങൾ പിൻപറ്റണമെന്നാണ്. ഈ പണ്ഡിതന്മാരെ പിൻപറ്റാത്ത ഏകമായി ഒരാളെ മാത്രം, ഒരു ഷെയ്ഖ്, അയാൾ ശരിയല്ല, അയാളുടെ ഭാഗം ഒരിക്കലും കേൾക്കാൻ പാടില്ല എന്ന് ഒരു പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പണ്ഡിതന്മാർ പറഞ്ഞതാണ് സ്വീകരിക്കേണ്ടത്. ചിലപ്പോൾ ഹദീസിൽ വാരിദായ ഓരോ നിസ്കാരത്തിന് ശേഷവും ചൊല്ലേണ്ട ദിക്റുകളും ദുആകളും നമുക്കുണ്ടല്ലോ. അതിന് പുറമെ ആ ദിക്ർ അല്ലാതെ പുതുതായി ഒരു ഷെയ്ഖ് നിർദ്ദേശിച്ചാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിനെതിരാണ്. മുത്തുനബി തങ്ങൾ നമ്മോട് എങ്ങനെയാണ് നിസ്കരിക്കാൻ പറഞ്ഞത് അതുപോലെ മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ.
അതുപോലെ തന്നെ ദിക്റുകൾ, നിസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ട ദിക്റുകളും ഔറാദുകളും അതൊക്കെ എന്താണോ മുത്തുനബി പഠിപ്പിച്ചത് അതുപോലെ അല്ലാതെ അതിൽ കൂട്ടിച്ചേർക്കലോ കുറക്കലോ എന്ന് വന്നാൽ അത് തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ റസൂല് പോലും ഏറ്റവും വലിയ ഷെയ്ഖാണല്ലോ മുത്തുനബി തങ്ങൾ പോലും കൽപ്പിക്കാത്ത പുതുതായി കൊണ്ടുവരുന്ന എല്ലാവും നമ്മൾ തള്ളേണ്ടതാണ്. എന്താ, നിസ്കാരത്തിൻ്റെ ഏത് രീതിയിലാണ് നിസ്കരിക്കേണ്ടത് അതേ രൂപത്തിൽ നിസ്കരിക്കണം. അതിന് പുറമെ പുതുതായിട്ട് സലാത്തും പുതുതായിട്ട് ദിക്റുകളൊക്കെ കൊണ്ടുവന്നാൽ അത് ഏത് ഷെയ്ഖ് പറഞ്ഞാലും ആ ഷെയ്ഖിനെ പിൻപറ്റാൻ പാടില്ല. ഞങ്ങൾ പണ്ഡിതന്മാരെയാണ് പിൻപറ്റേണ്ടത്. ഇൻഷാ അല്ലാ ബാക്കി കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ വീഡിയോ ചെയ്യുന്നതാണ്. അള്ളാഹു നമുക്ക് നല്ല നിലക്ക് പണ്ഡിതന്മാരെ പിൻപറ്റി ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അതുമാത്രമല്ല, ഈ വ്യാജ തരീക്കത്തുകാർ, കള്ളതരീക്കത്തുകാർ പണ്ഡിതന്മാരെ എന്നും എതിർക്കുന്നവരാണ്. എന്നാൽ ചില ആളുകൾ ചില വാക്കുകൾ മാത്രം കാണിച്ചുകൊണ്ട് മഹാനായ ശൈഖുനായ പി ഉസ്താദിൻ്റെ ചില പ്രസംഗങ്ങൾ, ചില ഭാഗങ്ങൾ മാത്രം പകർത്തി സാധാരണക്കാരായ പറ്റിക്കാൻ വേണ്ടി അറിവില്ലാത്ത ആളുകൾ ഇതാണ് ഷെയ്ഖ് എന്ന്, ഷെയ്ഖിനെ പിൻപറ്റണമെന്ന് എ പി ഉസ്താദ് തന്നെ പറഞ്ഞിട്ടുണ്ട്. തസൗഫിലേക്ക് എത്തണമെങ്കിൽ, അള്ളാഹുവിലേക്ക് അടുക്കണമെങ്കിൽ ഷെയ്ഖ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചില ഭാഗങ്ങൾ മാത്രം കാണിച്ചുകൊണ്ട് ചില സാധാരണക്കാരായ ആളുകളെ പറ്റിക്കുന്ന രീതിയുണ്ട്. അതുകൊണ്ട് അത്തരം രീതികൾ ഒരിക്കലും ശരിയല്ല. പണ്ഡിതന്മാരെന്താണോ പറയുന്നത്, 40 മുഷാവറ അംഗം ചേർന്ന് എ പി സമസ്തയും ഇ കെ സമസ്തയും നമ്മോട് എന്താണോ പറഞ്ഞത് അതാണ് ദീന്. അവർ പറയുന്ന പണ്ഡിതന്മാർ പറഞ്ഞ് ഒരാളെ എതിർത്ത് പറഞ്ഞാൽ അയാൾ ശരിയല്ല, അദ്ദേഹത്തിൻ്റെ ആശയം ശരിയല്ല, ആദർശം ശരിയല്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ലാണ്ട് മറ്റുള്ള ആളുകൾ പറയുന്നത് പോലെ കേട്ടുപോയാൽ തീർച്ചയായിട്ടും നമുക്ക് ആഖിറം നഷ്ടപ്പെടും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ.